വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെലിക്കുമാൻ ഷോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പസൽ അലാം ഉണ്ടാക്കണേ. അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് ബസർ, പിന്നെ അതിൻ്റെ കണക്ടർ, പിന്നെ ഒരു ബാറ്ററി, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു LED ലൈറ്റ് കൊടുക്കാം. അപ്പം നമ്മളിതെല്ലാമാണ് ഇതിൻ്റെ ആവശ്യമുള്ള സാധനം. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് വേഗം കാണാം. അപ്പോൾ ഗൈസ് നമ്മളെന്താ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണോ, നമ്മൾ ഫസ്റ്റ് ബാറ്ററി ഒറ്റയ്ക്കായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബസർ എടുക്കുക. ഇതിന്മേൽ 2 വയേഴ്സ് ഉണ്ടാവും. അപ്പോൾ വയേഴ്സ് ഇല്ലാത്ത ബസർ ഉണ്ടാകാം. എന്നിട്ട് നമ്മളിതിൻ്റെ വയർ നേരെ പിടിച്ചിട്ട് ഇതിലേക്ക് വെക്കുക. ഇതിലേക്ക് വെച്ച് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം. ഇവിടെയാണ് കയ്യൊക്കെ സൂക്ഷിക്കണം. എൻ്റെ കൈ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ്. പിന്നെ ഇവിടെയും കൂടി നമ്മളത് വെച്ചാൽ പിന്നെ കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇതാണ് അലാം. ഇനി നമുക്കിപ്പം അലാം നമുക്ക് വേറെ എവിടുന്നെങ്കിൽ സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സൗണ്ട് ആയിരിക്കാം. അതിന് പകരമാണ് നമ്മൾ ഈ ലൈറ്റ് കൊടുക്കണേ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വയേഴ്സ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ പ്ലസും മൈനസും നെഗറ്റീവും പോസിറ്റീവും മാറിയാൽ ചെറിയൊരു പിന്നെയും വീണ്ടും ഇതാക്കേണ്ടി വരും. നമുക്കിപ്പോൾ മാറിയണമെന്നൊന്നും അറിയില്ല, കാരണം ഈ ബസർമേൽ ഇപ്പോൾ ഏത് വയറാണ് എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് വയറാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വർക്കായാലും എന്തും പറയാൻ പറ്റില്ല. അപ്പം ഗൈസ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മളിതാ ഈ ബ്ലാക്ക് വയർ ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ഇവിടെ കൊടുക്കുക. അപ്പോൾ നല്ലോണം തിരിക്കുക. അപ്പോൾ ഇത് ത്രിബിൾസ് ആണ്, അതായത് 3 വയേഴ്സ് കൂടിയതാണ്. അപ്പോൾ ഗൈസ് ഈ ബസറിന് എന്തോ ഒരു ഇഷ്യൂ വന്നാണ്. നമ്മൾ ഒന്നുകൂടി ബസർ ഒന്ന് വർക്കിംഗ് കണ്ടീഷനിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇതിന്മേൽ കണക്ടർ ഇതിന്മേലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഗൈസ് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതിന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ബാറ്ററിക്ക് അപ്പോൾ ഗൈസ് നമ്മളതൊക്കെ റെഡിയാക്കി. ഇനി നമ്മൾ ഒന്ന് കണക്ട് ചെയ്തൊക്കെ വർക്കാവില്ല എന്നറിയില്ല. ഫസ്റ്റ് നമ്മളിത് ഇവിടെ നിന്ന് പിടിപ്പിച്ചു. ഓ ഗൈസ് വർക്കിംഗ്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തൊക്കെ കണ്ടോ ഗൈസ്, ഇപ്പോഴാണ് ഇത് കറക്റ്റായത്. ഇനിയിപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതൊരു പ്രിൻ്ററാണെന്ന് കരുതുക. ഇതൊരു പ്രിൻ്റർ തന്നെയാണ്, ഇതൊരു വാതിലാണെന്ന് കരുതുക. ഇതിനുള്ളത് ഒക്കെ എടുത്ത് എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇനി ഈ ബാറ്ററി ഇവിടെയും വെച്ച് കൊടുത്ത് ഇതിൻ്റെ വർക്കിംഗ് ആണ് കേട്ടോ. ഈ വാതിൽമ വെച്ചാലുള്ള യൂസ്. ഇപ്പോൾ നമ്മൾ ഈ വാതിലിങ്ങനെ തുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ നോക്കിയിട്ട് ഗൈസ് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഒരു വടിയൊക്കെ ശരിക്കും കുത്തി വെക്കണേ. നമ്മൾ ഒന്ന് ഇതിന്മേൽ കണക്റ്റ് ആക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിനെന്തെങ്കിലും ഇഷ്യൂ വരും. നമ്മളിത് ഒന്ന് മാത്രം ഇതിന്മേൽ കണക്റ്റ് ആക്കി, പിന്നെ മറ്റേത് എങ്ങനെയെങ്കിലും തട്ടിക്കോളും. അപ്പോൾ പിന്നെ ഇതിങ്ങോട്ട് മെല്ലെ ഇറക്കി വെച്ച് ഗൈസ് അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ തട്ടി ഇതിപ്പോൾ ഇങ്ങനെ തുറക്കാമെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഈ വയർ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ആവും. ഇവിടെ ഒരു വടി ഇങ്ങനെ കുത്തി വെച്ചാൽ ഇത് കറക്റ്റാവും. ഇത് കണ്ടോ ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ തുറക്കുമ്പോൾ നോക്കിയേ എന്താണ് ഗൈസ്. ഈ ബാറ്ററീൻ്റെ പവർ കുറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ അധികം സൗണ്ടില്ലാത്തത്, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാണ് ഗൈസ്. കണ്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ.